ഗുഡ് മോർണിംഗ്. ഞങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റു. പിള്ളേർ പുറത്തൊക്കെ പോയിട്ട് വന്ന് സിറ്റൗട്ടിൽ കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ചു. പിന്നെ ചീര കുറച്ച് ഇന്നലെ കിട്ടിയായിരുന്നു, അമ്പലപ്പുഴ പോയപ്പം വാങ്ങിച്ചതാണ്. അത് രാത്രി തന്നെ അങ്ങ് അരിഞ്ഞു വെച്ചു. തേങ്ങ പൊട്ടിച്ച് വെക്കുക, ചീര അരിഞ്ഞു വെക്കുക, ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ രാത്രിയിലും ചെയ്ത് വയ്ക്കും. അല്ലെങ്കിൽ പിന്നെ രാവിലെ എല്ലാം കൂടെ നടക്കത്തില്ല, ഒത്തിരി തിരക്കായിപ്പോവും. TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ സമയമുണ്ടല്ലോ. പിന്നെ അടുക്കളയിലോട്ട് വന്നു, ഒരു ചായ ഇട്ടു. രാവിലത്തെ ചായക്ക് ഞാൻ അത്യാവശ്യം മധുരം ഇടും, കാരണം ഒരു ചായയെ കുടിക്കാറുള്ളൂ. പിന്നെ വൈകുന്നേരം വല്ല തലവേദനയോ അല്ല എന്തെങ്കിലും ക്ഷീണമൊക്കെ തോന്നിയാൽ മാത്രം ഒരു ചായ കുടിക്കും. പിന്നെ ദോശ ഇട്ട് വെച്ചു, ഉച്ചയ്ക്ക് മാത്രം മതി ദോശ. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചു. തോരനുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഒരടുപ്പയിൽ പിള്ളേർക്ക് ചോറ് വേവുന്നുണ്ട്. ഇന്ന് വരെയുള്ള ചോറുണ്ടായിരുന്നു. നേരത്തെ 3 ദിവസത്തേക്ക് അവർക്ക് ചോറ് വേവിച്ച് വെക്കാം ഞാൻ. ഞങ്ങൾക്കുള്ള ചോറും ഇന്നലെ തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോരൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ പുളിശ്ശേരി, അച്ചാർ, ചമ്മന്തിപ്പൊടി ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കൂട്ടാനേ ഉണ്ടാക്കത്തുള്ളൂ. ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് മതിയല്ലോ. പിന്നെ കൂട്ടാൻ ഇത്തിരി വില അധികം വന്നാൽ വൈകിട്ട് എന്തിൻ്റെയെങ്കിലും കൂടെ ഞാനങ്ങ് കഴിക്കും, പച്ചക്കറിയല്ലേ അതുകൊണ്ട്. അപ്പം അങ്ങനെ തോരന് തേങ്ങയൊക്കെ ചേർത്ത് 2 മിനിറ്റ് ഇളക്കി ഒന്നും മൂടി വെച്ചു. വീണ്ടും 2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞപ്പോൾ തോരൻ റെഡിയായി. പിന്നെ എനിക്ക് ഓട്സും നട്ട്സും കൂടെ ചേർന്ന മിക്സാണ്. ഇന്ന് തേങ്ങാപ്പാലല്ല, അതിന് പകരം യോഗർട്ടാണ് ചേർത്തേക്കണേ. അത് ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, മഴയുടെ ശക്തി കൊണ്ട്. ചെടിയൊന്നും നോക്കാൻ പറ്റാറില്ല. പിള്ളേരെ മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ഇറക്കി വിട്ട് കയറ്റി, അത്രയേ ഉള്ളൂ ഇന്നത്തെ വിഷയം.